ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കാമെന്ന നെവൽ ഗോഡാർഡിൻ്റെ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ഹൗ ടു മാനിഫെസ്റ്റ് യുവർ ഡിസൈഴ്സ്. നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം. നെവൽ പറയുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും നമ്മുടെ കണ്ണും ചെവിയും അടച്ചു വയ്ക്കണം എന്നാണ് നെവൽ പറയുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ചില സമയത്ത് അത് പോസിബിളല്ല, നടക്കുമോ ഇല്ലയോ അങ്ങനെയുള്ള വിചാരങ്ങളും വരാറുണ്ട്. പക്ഷേ നമ്മൾ ആ ലക്ഷ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വിചാരിക്കുകയോ ഇമാജിനേഷൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ കോൺഷ്യസ്നസ്, നമ്മുടെ ചൈതന്യം തന്നെയാണ് നമ്മുടെ ഭാഗ്യത്തെ നിർമ്മിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണ് കാണുന്നത്, എന്താണ് കാണുന്നത്, അത് നമ്മുടെ കോൺഷ്യസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഏത് കാര്യത്തിലാണോ നമുക്ക് ശ്രദ്ധ ഇല്ലാത്തത്, നമ്മൾ ശ്രദ്ധ കൊടുക്കാത്തത്, അത് നമ്മുടെ ലൈഫിൽ നിന്ന് മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു. ഫോർ ഇൻസ്റ്റൻസ്, കണ്ണടച്ച് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലത്തെ പറ്റി ഓർക്കുക. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ നിങ്ങൾ എവിടെയാണുള്ളത് ആ ഒരു അവയർനെസ് ഇല്ല. പകരം ആ പ്രിയപ്പെട്ട സ്ഥലത്തിൽ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം, ഒരു ബീച്ചാവാം, അതല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ആവാം, ഒരു മൈതാനമാകാം, അവിടെയാണ് നിങ്ങളിപ്പോൾ. ആ പ്രിയപ്പെട്ട സ്ഥലത്തെ നിങ്ങൾ നിങ്ങളുടെ ചൈതന്യത്തിൽ, കോൺഷ്യസിൽ കാണുകയാണ്. അതായത് സീക്രട്ട് ഇതാണ്, നമ്മുടെ ചൈതന്യത്തിൽ, നമ്മുടെ കോൺഷ്യസിൽ എന്താണോ വേണ്ടത് അതിനെ കാണാൻ തുടങ്ങുക. ആ ഒരു ലക്ഷ്യം, അതല്ലെങ്കിൽ ആ ഒരു ഡിസയർ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും വിഷ്, അത് കണ്ടുകൊണ്ട് അത് പൂർത്തിയായി, അത് നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് അനുഭവിക്കുക. ആ പ്രിയപ്പെട്ട സ്ഥലത്ത് നിങ്ങൾ കാണുമ്പോൾ ഇവിടെയുള്ള പ്ലേസിനെ മറന്നു പോകുന്നു. എന്താണോ നേടേണ്ടത് അത് മനസ്സിൽ ഫീൽ ചെയ്യുകയും അത് നമ്മുടെ അടുത്തുള്ളതായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ഈ ഒരു ഫോർമുലയാണ് എല്ലാ ലക്ഷ്യങ്ങളും നേടാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഈ ടെക്നിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫോർമുല അവർ പ്രയോഗിക്കുകയും അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഈ പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനെ ക്ലിയറായിട്ട് ഡിഫൈൻ ചെയ്യുക എന്നതാണ്. നമുക്കെന്താണ് വേണ്ടത് അതിനെപ്പറ്റി ക്ലിയറായിട്ട് ചിന്തിക്കുക. നമുക്കെന്താണ് എക്സാക്ട്ലി വേണ്ടതെന്നതിനെപ്പറ്റി വ്യക്തമായ അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ നേടിക്കഴിഞ്ഞതായിട്ട് കൽപ്പന ചെയ്യുക, അതായത് ഇമാജിൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു നല്ല സ്പീക്കറോ അല്ലെങ്കിൽ റൈറ്ററോ ഒക്കെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക, ചിത്രങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ടും കൈയടിക്കുന്നതായിട്ടും എല്ലാം മനസ്സിൽ കാണാൻ തുടങ്ങുക. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇമാജിൻ ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള മാനസികമായ അനുഭവങ്ങൾ, സന്തോഷം, അപ്രീസിയേഷൻ തുടങ്ങിയ ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാവാൻ തുടങ്ങുന്നു. ആ സമയത്ത് എന്താണോ ശരിക്കും സംഭവിക്കേണ്ടത് അതേ ഫീലിംഗ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ ജനറേറ്റ് ചെയ്യുന്നു. ആ ഒരു ഫീലിങ്സ്, ആ ഒരു ഹോർമോണൽ ചേഞ്ചസ്, ആ ശരീരത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, മനസ്സിലുണ്ടാകുന്ന അനുഭവങ്ങൾ, ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോട് നമുക്ക് പ്രേരണ നൽകാൻ സാധിക്കും. ആ അനുഭവമാണ്, ആ ഒരു ലൈഫാണ് എനിക്ക് വേണ്ടത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഐഡിയ ഇംപ്രസ് ചെയ്യുന്നതിന് ഫീലിങ്സിലൂടെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇംപ്രസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഉടൻ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു പ്രാവശ്യം ഇംപ്രസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് നേടിത്തരാനുള്ള പ്രവർത്തനം തുടങ്ങുന്നു. അത് ഈ ക്വാണ്ടം വേൾഡിൽ നിന്ന് അന്വേഷിച്ച് നിങ്ങൾക്കത് കൊണ്ടുതരിക തന്നെ ചെയ്യും. നെവൽ പറയുന്നു, ഈ ഒരു ഫീലിങ്സിനെ, വിഷ്വലൈസേഷനെ അനുഭവിക്കാൻ വേണ്ടി ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക്, ആൽഫ സ്റ്റേറ്റിലേക്ക് പോകണം. നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് കോൺഷ്യസ് മൈൻഡിനത് നല്ല രീതിയിൽ മനസ്സിലാവാൻ തുടങ്ങുന്നു. ഇമാജിനേഷൻ, നമ്മൾ ആൽഫയിൽ അല്ലെങ്കിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിൽ പോയി ഇമാജിനേഷൻ ചെയ്യുമ്പോൾ
ആ ഇമാജിനേഷൻ പ്രോസസ്സിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് കാണുന്ന ഫീലിങ്സിനെ ആക്റ്റീവായിട്ട് നിങ്ങളതിൽ ആ ഒരു ചിത്രത്തിൽ ഉള്ളതായിട്ട് കാണാൻ തുടങ്ങണം. അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങണം. ആ സമയത്തെ ഇമാജിനേഷൻ പ്രോസസ്സിനെ അമിതമായി ലൂസായിട്ട് വിടാൻ അനുവദിക്കരുത്. അത് കൺട്രോൾഡ് ഇമാജിനേഷനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നടത്തുന്ന രീതിയിലുള്ള ഇമാജിനേഷനാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ റിലാക്സേഷൻ സ്റ്റേറ്റിലും ഇരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഇമാജിനേഷനെ ശക്തമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴും റിസൾട്ട് ലഭിക്കുന്ന ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു സഹജമായ പ്രോസസ്സായിരിക്കണം. സഹജമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇമാജിനേഷൻ പവർ ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. പ്രഷർ ചെയ്ത് ഇമാജിനേഷൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമാജിനേഷൻ എഫർട്ട്ലെസ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കണം, സഹജമായിരിക്കണം. മനസ്സിനെ ഒരല്പം റിലാക്സ് ആയിട്ട് വെക്കുക. അമിതമായിട്ട് പ്രഷർ കൊടുത്താൽ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകും. അതുകൊണ്ട് മനസ്സൊരു എഫർട്ട്ലെസ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് മാനിഫെസ്റ്റേഷൻ നടത്തുന്നത്. അമിതമായിട്ട് പ്രഷർ കൊടുത്താൽ മനസ്സ് ഫ്രസ്ട്രേറ്റഡ് ആവും. അത് ഒരു ജീവനുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അതിനോട് അല്പം കരുണയോടും സ്നേഹത്തോടും നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതുണ്ട്. അമിതമായിട്ട് നെഗറ്റീവ് തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ മനസ്സ് ക്ഷീണിക്കാൻ തുടങ്ങുന്നു. ആ സമയത്ത് നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു, ടെൻഷൻ ഉണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു. അത് വീണ്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീലിംഗ് ആയിട്ട് എൻ്റർ ചെയ്ത് വീണ്ടും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നെവൽ പറയുന്നു, ഇത് എഫർട്ട്ലെസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. നാച്ചുറൽ മൈൻഡിലാണ് നമ്മൾ വിഷ്വലൈസേഷൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മുടെ നാച്ചുറൽ മനസ്സ് പാസ്റ്റിൻ്റെ ആണോ ഫ്യൂച്ചറാണോ എന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യങ്ങളെ ഈ സമയത്ത് വർത്തമാനകാലത്ത് സംഭവിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ ഒരു സൈക്കോളജിക്കൽ ബീയിങ് ആണ്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് അത് നമ്മളായിത്തീരുന്നു. ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് അത് നമ്മുടെ ബോഡിയെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആളുടെ ബോഡി കണ്ട് അത് ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും, നമുക്ക് അറിയാൻ സാധിക്കും. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന വ്യക്തിയെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഭക്ഷണം എങ്ങനെയാണ്. നമ്മൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള പോഷകാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വ്യക്തിയെ കാണുമ്പോൾ അതും നമുക്ക് ആ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിലേക്ക് നൽകുന്ന വിചാരങ്ങൾ, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വിചാരങ്ങൾ ഏത് രീതിയിലാണോ നമ്മൾ ആ മനസ്സിനെ പോഷണം ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. അത് നമ്മുടെ ഭാഗ്യത്തിൽ, നമ്മുടെ വിധിയിൽ, നമ്മുടെ റിയാലിറ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. നമ്മളേത് കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും അതിനെപ്പറ്റി മന്ഥനം ചെയ്യുകയും ചെയ്യുന്നു അത് നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റി ആയിട്ട് നിർമ്മിക്കപ്പെടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴുള്ള ജീവിതം പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചതിൻ്റെയും മന്ഥനം ചെയ്തതിൻ്റെയും ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. നമ്മുടെ ഇപ്പോഴുള്ള കണ്ടീഷനെ മോശമായ കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് ചുറ്റുമുള്ള ആളുകളിലും സിറ്റുവേഷനിലും ആ രീതിയിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് തോന്നും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നു. നമ്മളൊരിക്കലും റെസ്പോൺസിബിലിറ്റി എടുക്കാറില്ല. നെവിൽ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ എടുക്കണം. ഇക്കാര്യം കുറച്ച് കഠിനമായിട്ട് തോന്നിയേക്കാം. ചേഞ്ച് അപ്പോൾ മാത്രമേ ഉണ്ടാവൂ എപ്പോഴാണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം നമ്മൾ തന്നെയാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും അത് മാറ്റാൻ വേണ്ടി തീരുമാനിക്കും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ആ സൂക്ഷ്മമായ കാര്യത്തെ നമുക്കിനി മനസ്സിലാക്കാം. റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ലൈഫിൻ്റെ നിർമ്മാതാവ് നമ്മൾ തന്നെയാണെന്നുള്ള ആ ഉത്തരവാദിത്തത്തിൻ്റെ ബോധം നമ്മളെടുത്ത് കഴിയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ അസംഷനിൽ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ ക്രിറ്റിസിസത്തിനോ സിറ്റുവേഷനോ ഒന്നും തന്നെ നമ്മളെ ഒരല്പം പോലും ഇളക്കാൻ സാധിക്കില്ല. നമ്മുടെ അസംഷനിൽ നമുക്ക്
ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലോകത്തെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ലോകത്തെ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് നമ്മെ തന്നെ ചേഞ്ച് ചെയ്യണം. ഇതിനായിട്ട് ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഈ ലോകത്തിന് നൽകുന്ന ഒരു ഗിഫ്റ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. നമ്മൾ ഒരു ഗിഫ്റ്റാണ്, ഈ ലോകത്തിനുള്ള ഒരു ഗിഫ്റ്റാണ് എന്ന് നെവൽ പറയുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ പല കഴിവുകൾ, ടാലൻറ്റുകൾ, പല ഗുണങ്ങൾ, പല ക്വാളിറ്റികൾ ഉണ്ട്. അവ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് നമ്മളുടെ കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പക്ഷേ അതിൽ കൂടുതൽ അതിൻ്റെ പ്രയോജനം വരുന്നത് മറ്റുള്ളവർക്കായിരിക്കും, ലോകത്തിനായിരിക്കും. അതുകൊണ്ട് സ്വയത്തൊരു ഗിഫ്റ്റാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെയും റിയാലിറ്റി വളരെ പെട്ടെന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിയാലിറ്റിയിലേക്ക് വളരെ പെട്ടെന്ന് വളരാൻ സാധിക്കില്ല. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, നമ്മുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ നമ്മൾ സ്വയത്തെ എപ്പോഴാണ് ഒരു ഗിഫ്റ്റാണ്, ഈ ലോകത്തിനുള്ള ഒരു ഗിഫ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല, അതുവരെ ഒരു പെർഫെക്ഷനിലേക്ക് വരാൻ സാധിക്കില്ല. ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കും, പക്ഷേ പെർഫെക്ഷൻ ഉണ്ടാകില്ല. എപ്പോഴാണോ നമ്മൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ ഒരു ഗിഫ്റ്റായിട്ട് മനസ്സിലാക്കുകയും പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ തുടങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ നമ്മുടെ സെൽഫ് ഇമേജിനേക്കാൾ ഉപരിയായി ഒന്നും തന്നെയില്ല. നമ്മുടെ ലക്ഷ്യങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഈ ലോകം വെറും ഒരു മിറർ മാത്രമാണ്. നമ്മുടെ ഉള്ളിലെ പ്രതിബിംബം, നമ്മുടെ പ്രതിബിംബമാണ് ഈ ലോകം. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ റിയാലിറ്റി, ഇപ്പോഴുള്ള റിയാലിറ്റി നമ്മൾ ആരാണെന്ന് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു. നിങ്ങളുടെ സെൽഫ് ഇമേജ് എന്താണെന്ന് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നു. നമ്മുടെ ലൈഫിൽ വരുന്ന ആളുകൾ, സിറ്റുവേഷൻസ്, ഇവയെല്ലാം നമ്മളോട് പറയുകയാണ് നമ്മൾ ആരാണ്. ഈ 3 ഡയമെൻഷൻ ലോകത്തെ കാണുകയും അത് സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് അന്ധകാരമാണ്. ഈ 3D വേൾഡിനെ സത്യമാണെന്ന് വിചാരിക്കുമ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യത്തിനാണോ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് അതാണ് സത്യം. ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു ജീവിതമാണ് എന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഡിസൈഡ് ചെയ്യുമ്പോൾ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സത്യമായിത്തീരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിഷ്, അതല്ലെങ്കിൽ ഒരു ഡിസയർ, അത് നമ്മൾ നേടിക്കഴിഞ്ഞു അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിങ്ങിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ ലക്ഷ്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. അവ നമ്മുടെ ലൈഫിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിന് വിപരീതമായിട്ട് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല, ഞാൻ അതിന് യോഗ്യനല്ല, അപ്പോൾ അങ്ങനെയുള്ള ആളുകളും സിറ്റുവേഷൻസും എല്ലാം അതിന് അനുസൃതമായി ഉണ്ടാകാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ചിന്തിക്കേണ്ടത്? എന്ത് ചിന്തിച്ചാലാണ് എൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഇപ്പോഴുള്ള റിയാലിറ്റി, നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യത്തെ കാണാതെ അതിനെതിരെ കണ്ണടച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അതിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിനെ മനസ്സിൽ കാണുകയും അതിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. ഇത് നിയമമാണ്, ലോ ഓഫ് അസംഷൻ. ഇതെല്ലാവരിലും വർക്ക് ചെയ്യും. അവയെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഫീലിങ്സിനെ കൂടുതൽ ശക്തമാക്കുക. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങളെ കോൺഷ്യസിൽ കാണുക, ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സീക്രട്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ നെവൽ ഗോഡാർഡിൻ്റെ ഒരു കോട്ട്, ഒരു സെൻറ്റൻസ് കൂടി പറയാം. ലോകം നമ്മുടെ തന്നെ വിസ്താരമാണ്, നമ്മുടെ തന്നെ പ്രക്ഷേപണമാണ്, എക്സ്പാൻഷനാണ്, എക്സ്റ്റൻഷനാണ്, പ്രൊജക്ഷനാണ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇംപ്രസ് ചെയ്ത് നമുക്ക് ഈ ലോകത്തെ, നിങ്ങൾ ജീവിക്കുന്ന ആ അനുഭവത്തെ, റിയാലിറ്റിയെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട്സ്, ബേസിക്കലി നമ്മൾ നമ്മളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കോൺഷ്യസ് ലെവലിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഈ പുസ്തകത്തിൽ നെവൽ ഗോഡാർഡ് പറയുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെവൽ ഗോഡാർഡിൻ്റെ കൂടുതൽ പുസ്തകങ്ങളുമായിട്ട് വീണ്ടും വരാം.